നമസ്കാരം. നരേന്ദ്രമോദി എത്തും മുമ്പേ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചോദിച്ച ചുവരെഴുത്തുവരെ ഉണ്ടായി. എന്നാൽ മോദിയാകട്ടെ തന്റെ തൃശൂരിലെ പ്രസംഗത്തിൽ ഒരിടത്തും സുരേഷ് ഗോപിയെ പരാമർശിച്ചതുമില്ല. നരേന്ദ്രമോദിയുടെ കേഡർ നീക്കവും നിലപാടും ആർക്കും പ്രവചിക്കാൻ ആവുന്നതുമല്ല. അതിനാൽ തന്നെ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പറയാനും ഉറപ്പിക്കാനും വരട്ടെ എന്നത് മാത്രമാണ് പറയാൻ പറ്റുക. മോദി നേരിട്ട് വന്നിട്ടും പറയാത്ത കാര്യങ്ങൾ ഇനി പ്രചരിപ്പിക്കുന്നതിൽ കാര്യമില്ലെന്ന BJP-യിലടക്കം പറച്ചിലുണ്ട്. ഇതിനിടെ എല്ലാ നേതാക്കളും നരേന്ദ്രമോദിയുടെ വരവും ചടങ്ങിൽ പങ്കെടുത്തതും സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൻ പ്രാധാന്യത്തോടെ കൊടുത്തപ്പോൾ സുരേഷ് ഗോപി അത് ഒഴിവാക്കിയതും ശ്രദ്ധേയം. മോദിക്കൊപ്പം വേദിയിലും റോഡ് ഷോയിലും ഉണ്ടായിട്ടും അത്ര വലിയ അവസരം ലഭിച്ചിട്ടും സുരേഷ് ഗോപി സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പോലും പ്രധാനമന്ത്രിക്കൊപ്പമുള്ള പരിപാടി ഇട്ടില്ല. പകരം ജനുവരി 1-നുള്ള അദ്ദേഹത്തിന്റെ വരാഹം സിനിമാ പോസ്റ്ററാണ് അവസാനത്തെ പോസ്റ്റ്. മാധ്യമപ്രവർത്തകയും സുരേഷ് ഗോപിയുമായുള്ള കേസ് നിലനിൽക്കുന്നതിനാൽ തന്നെ സുരേഷ് ഗോപിയെ പരാമർശിക്കുന്നതിൽ നിന്നും മോദി വിട്ടുനിൽക്കുകയായിരുന്നു അത്രേ. സ്ത്രീ ശക്തി സംഗമത്തിൽ തന്നെ ഒരു സ്ത്രീ തന്റെ ശരീരത്തിൽ അനുവാദമില്ലാതെ സ്പർശിച്ച കേസിൽ ഉൾപ്പെട്ട ആളെ പരാമർശിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും മോദിക്ക് ഉപദേശം ലഭിച്ചിരുന്നു. സ്ത്രീ ശക്തി സംഗമ പരിപാടിയുടെ ലക്ഷ്യം തന്നെ ചോദ്യത്തിനും വിവാദത്തിനും ഇടയാക്കുമായിരുന്നു എന്നും മോദിക്ക് അറിയാമായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം മോദി പലരെയും ആശയക്കുഴപ്പത്തിലാക്കി. തൃശൂരിൽ മോദിക്കൊപ്പം തുറന്ന ജീപ്പിൽ സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ പലരും കരുതിയത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് മോദി വേദിയിൽ പറയുമെന്ന് തന്നെയാണ്. പക്ഷേ ആരും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സര രംഗത്തെത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായെങ്കിലും വേദിയിലുണ്ടായിട്ടും സുരേഷ് ഗോപിയെ മോദി പരാമർശിച്ചില്ല. അതുകൊണ്ട് തന്നെ കേസ് നിലനിൽക്കുന്നതിനാൽ പുനർവിചിന്തനം മോദി നടത്തുമോ എന്നതാണ് ശ്രദ്ധേയം. തൃശൂരിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്നും മോദി പറഞ്ഞതുമില്ല. പക്ഷെ മോദി വരും മുമ്പേ ആദ്യം പ്രസംഗിച്ച ശോഭാ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ കുറിച്ചാണ് പ്രസംഗിച്ചത്. ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നും പ്രഖ്യാപിച്ചു. എന്നാൽ മോദി മിണ്ടാത്തത് പലർക്കും ആശയക്കുഴപ്പത്തിന് ഇടയാക്കി. ഇനി തൃശൂർ മറ്റാർക്കെങ്കിലുമാണോ എന്ന് പലരും ആലോചിക്കാൻ ഇത് കാരണമാവുകയും ചെയ്തു. സ്ത്രീ ശക്തി മോദിക്കൊപ്പം പരിപാടിക്കായി പ്രധാനമന്ത്രി തൃശൂരിൽ വരുന്നതിന് മുൻപേ സുരേഷ് ഗോപിക്കായി ചുവരെഴുത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിനാൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം മോദി പരാമർശിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. ചതിക്കില്ല എന്ന ഉറപ്പാണ് ഈ 3 വാക്കുകളാണ് സുരേഷ് ഗോപിക്കായി ഉയർന്ന ചുമരെഴുത്ത്. തൃശൂർ ജില്ലയിലെ മുളയത്താണ് ചുമരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. മറ്റൊരു ചുമരിൽ 2 വാക്കുകൾ ഇങ്ങനെ: തൃശൂരിന്റെ സ്വന്തം. BJP തൃശൂർ ജില്ലയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുമ്പായിരുന്നു ഈ ചുമരെഴുത്തുകൾ. അതേസമയം 41 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ചില്ലെങ്കിലും റോഡ് ഷോയിൽ സുരേഷ് ഗോപിയും താരമായി. മഹിളാ മോർച്ച അധ്യക്ഷയ്ക്കും BJP സംസ്ഥാന അധ്യക്ഷനൊപ്പം തുറന്ന ജീപ്പിൽ ഇടം കിട്ടിയത് സുരേഷ് ഗോപിക്ക് മാത്രമായിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു. സാധാരണ BJP 1 ലക്ഷം വോട്ട് നേടുന്ന മണ്ഡലത്തിൽ സുരേഷ് ഗോപി പിടിച്ചെടുത്തത് 2,93,000 വോട്ടാണ്. പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും പരീക്ഷണം നടത്തിയെങ്കിലും തോൽവി തന്നെയായിരുന്നു ഫലം. മാത്രമല്ല 2 തവണയും 3-ാം സ്ഥാനത്ത് നിന്ന് മുന്നേറാനും കഴിഞ്ഞില്ല. ഇതിനിടെയാണ് ഒരിക്കൽ കൂടി സുരേഷ് ഗോപിയെ തൃശൂരിൽ നിർത്തി BJP തിരഞ്ഞെടുപ്പ് പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. UDF-ൽ നിന്ന് ഇത്തവണയും സിറ്റിംഗ് MP-യും കോൺഗ്രസ് നേതാവുമായ TN പ്രതാപൻ തന്നെ തൃശൂരിൽ പോരിനിറങ്ങുമെന്നാണ് വിവരം. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിൽ താഴെ വോട്ടുകൾക്കാണ് പ്രതാപൻ ജയിച്ചു കയറിയത്. മുൻ കൃഷിമന്ത്രിയും തൃശൂരുകാർക്ക് പരിചിത മുഖവുമായ CPI നേതാവ് VS സുനിൽകുമാർ LDF സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. പുതിയ ചില തന്ത്രങ്ങൾ BJP നേതാക്കൾ പയറ്റുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് BJP-യുടെ രാഷ്ട്രീയ എതിരാളികളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ക്രൈസ്തവ വിഭാഗങ്ങളുമായി BJP കൂടുതൽ അടുക്കുന്നതിന്റെ ഭാഗമായി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ നടത്തിയ സ്നേഹ സംഗമത്തിന്റെ വേദിയിൽ ഓർത്തഡോക്സ് സഭ വലിയ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ ക്ലിമീസിനെ എത്തിക്കാനായത് പാർട്ടിയുടെ വലിയ രാഷ്ട്രീയ വിജയമായി. പ്രധാന എതിരാളികളായ കോൺഗ്രസിനെയും CPM-നെയും ഇത് ഞെട്ടിച്ചിരിക്കുകയാണ്. അതീവ രഹസ്യമായി BJP നടത്തിയ ഓപ്പറേഷനിൽ ഒട്ടേറെ ഓർത്തഡോക്സ് സഭാ നേതാക്കളും കുടുംബാംഗങ്ങളും സ്നേഹസംഗമത്തിൽ പങ്കെടുത്തു. ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ചടങ്ങിൽ വെച്ച് BJP അംഗത്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ക്രിസ്തീയ വിശ്വാസികളായ 47 ആളുകളും BJP-യിൽ ചേർന്നു. കേന്ദ്രമന്ത്രി V. മുരളീധരനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്.
പൗരാണിക കാലം മുതൽ ബെത്ലഹേം ക്രിസ്ത്യാനികളുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവുകൾ ഉള്ളതുപോലെ അയോധ്യ രാമഭക്തരുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവുകൾ ഉണ്ടെന്ന വി മുരളീധരന്റെ വാക്കുകൾക്ക് രാഷ്ട്രീയ പ്രസക്തിയും ഏറെയായിരുന്നു. നന്ദി.